നമ്മുടെ മൊബൈൽ ഫോണിലെ ബാറ്ററി നമ്മളെപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളുകളാണ്. പലപ്പോഴും ഇത് കഴിയുന്ന സമയത്ത് നമ്മൾ ചാർജിലിടും. ചാർജ് പൂർത്തിയായി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ അറിയാറില്ല. കാരണം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വന്ന് നോക്കുന്ന സമയത്തായിരിക്കും ചാർജ് ഫുള്ളായി കിടക്കുന്നത് കാണുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മളെ അലാറം അടിച്ചുകൊണ്ട് നമുക്ക് അത് നമ്മുടെ മൊബൈലിൻ്റെ ചാർജ് ഫുള്ളായെന്ന് അറിയാനും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് ഒരു നിശ്ചിത പെർസെൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ അത്ര ശതമാനം ആകുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കാനും മാത്രമല്ല നിങ്ങൾ ചില മൊബൈൽ ഫോൺ ചാർജിലിടുന്ന സമയത്ത് ആ ഒരു മൊബൈൽ ഫോണിലെ ചാർജിങ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ അതിൻ്റെ സ്ക്രീൻ ഒന്ന് ഓണാക്കി നോക്കണം. അപ്പോൾ അത് ചാർജ് കയറുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിക്കും. അത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു ആപ്ലിക്കേഷൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്കൊരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാനുണ്ട്, ആ ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും, അതും കൂടെ എനേബിൾ ചെയ്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ബാറ്ററി ബാർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാറ്ററി ബാർ എവിടെയാണ് വേണ്ടതെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ ഡീഫോൾട്ടായിട്ട് ടോപ്പിലാണ് കിടക്കുന്നത്, കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ടോപ്പിലായിട്ട് ലൈൻ കാണാൻ സാധിക്കും. അത് വേണമെങ്കിൽ നമുക്ക് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് എന്നുള്ള ഓപ്ഷൻസുകളുണ്ട്, അതെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ലെഫ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ആ ഒരു ലൈൻ ഇവിടെ ഇടത് ഭാഗത്ത് കാണാൻ സാധിക്കും. ഇനി റൈറ്റ് സൈഡിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലൈൻ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് അതിന് ട്രാൻസ്പെറൻറ്റ്, ആ ലൈനിൻ്റെ ട്രാൻസ്പെറൻറ്റ് എത്രയാണ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. തിക്നെസ് വേണമെങ്കിൽ അതും സെറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആ തിക്നെസ് വലുതാക്കിയപ്പോൾ കാണാൻ സാധിക്കും വലത് ഭാഗത്ത് അതിൻ്റെ തിക്നെസ് എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി തൊട്ടടുത്തായിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് ബാറ്ററി ടെക്സ്റ്റ് എന്ന ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ബാറ്ററി നമുക്ക് എത്ര പെർസെൻറ്റേജ് ആയി എന്നുള്ളത് നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഈ ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം അതിൻ്റെ ടെക്സ്റ്റ് എത്ര, സൈസ് എത്ര വേണം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അത് ഏത് പൊസിഷനിലാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇത്തരത്തിൽ എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. തൊട്ടടുത്തായിട്ട് ബാറ്ററി റിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും എത്ര പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. അത് ഒരു പച്ച കളറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന് കളർ വേണമെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വേണ്ട കളർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അത് ആനിമേഷൻസ് വേണമെങ്കിൽ ഈ ഭാഗം എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിങ്ങനെ ആനിമേഷൻസിലായിരിക്കും. ചാർജ് തീരുന്നതും കുറേന്നൊക്കെ ഇങ്ങനെ ആനിമേഷൻസിലൂടെ നമുക്ക് കാണിച്ചു തരും. തൊട്ടടുത്തായിട്ട് ഏറ്റവും മുകളിൽ ചാർജിങ് ആനിമേഷൻ, നമ്മൾ മൊബൈൽ ഫോൺ ചാർജിലിട്ട സമയത്ത് ചാർജ് ആ ഒരു പ്രവർത്തനം ചാർജ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു ആനിമേഷൻ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. നമ്മൾ സ്ക്രീൻ ഓൺ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്ക്രീനിൽ തന്നെ ചാർജ് നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററി അലാറം, ഈ ഭാഗത്ത് നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് എനേബിൾ ബാറ്ററി ഫുൾ അലാറം എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജിലിട്ട് കഴിഞ്ഞ സമയത്ത് ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ ഇവിടെ അലാറം കാണാൻ സാധിക്കും. എത്ര ലെവലിലാകുന്ന സമയത്താണ് അലാറം വേണ്ടതെന്ന് ഇവിടെ ഈ ലൈൻ പിടിച്ചുകൊണ്ട് എത്ര ശതമാനം വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ ഇത് 100% എത്തിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾക്ക് അതിൻ്റെ ട്യൂണ്, അലാറത്തിന് ഏത് ട്യൂണാണ് വേണ്ടതെന്ന് അലാറം ട്യൂൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്യൂൺ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താഴെ ഭാഗത്ത് ലോ അലാറം ട്യൂൺ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബാറ്ററി ലെവൽ എത്ര ലോ പോയിന്റിലാവുമ്പോഴാണ് അലാറം വരേണ്ടതെന്ന് അതിനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. ഈ ഭാഗം നിങ്ങൾ എനേബിൾ ബാറ്ററി ലോ അലാറം എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുത്താൽ ബാറ്ററി ലോ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അലാറം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് അവസാന ഭാഗത്ത് ബാറ്ററി ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബാറ്ററി ഇപ്പോൾ ഏതെല്ലാം അതിൻ്റെ ഒരു ബാറ്ററി ഹെൽത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഡ്രൈനിങ്ങിലാണുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ അൺപ്ലഗ്ഡ് ആണ്, കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിവിടെ ഏറ്റവും ആദ്യത്തിൽ നമ്മൾ ബാറ്ററി ബാറിലേക്ക് തന്നെ വരുമ്പോൾ നമുക്കിവിടെ എനേബിൾ ബാറ്ററി ബാർ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ചാർജിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ ചാർജിൽ പ്രവേശിക്കുന്ന സമയത്ത് ശബ്ദം ഉണ്ടാകും. ഫുൾ ചാർജിലേക്ക് വരുമ്പോഴും നമ്മെ അലാറം വെച്ച് അറിയിക്കും. ചാർജ് തീരാനാകുന്ന സമയത്ത്, അവസാനിക്കുന്ന സമയത്ത് നമുക്ക് അലാറം വരും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജിലിടുന്ന സമയത്ത് ചാർജ് കയറുന്നുണ്ടെന്ന് നമുക്ക് നമ്മുടെ സ്ക്രീൻ ഓൺ ചെയ്യാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ ഒരുപാട് സൗകര്യങ്ങളുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.